കൃഷിവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ബി അശോകിനെ വിടാതെ സർക്കാർ കൃഷിവകുപ്പിൽ നിന്ന് ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കരണ വകുപ്പിലേക്ക് സ്ഥലം മാറ്റി. ട്രൈബ്യൂണൽ ഉത്തരവ് മറികടന്നാണ് മാറ്റം. സേഫ് സേനുലാബ്ദീൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സേഫ്, ഈ ട്രൈബ്യൂണൽ ഉത്തരവ് മറികടന്ന് എങ്ങനെയാണ് ഈ മാറ്റം സാധ്യമാകുന്നത്? പെട്ടെന്നുള്ള ഈ ഒരു മാറ്റത്തിന് പിന്നിൽ സർക്കാരിന്റെ നീക്കം എന്താണ്? എങ്ങനെ മനസ്സിലാക്കണം? സർക്കാരിന് നേരത്തെ തന്നെ വലിയ താല്പര്യം അദ്ദേഹത്തിനോട് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തെ കൃഷിവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മാറ്റാൻ വേണ്ടിയുള്ള തീരുമാനം സംസ്ഥാന സർക്കാർ എടുത്തത്. ആ തീരുമാനം എടുത്തതിനെതിരെ അദ്ദേഹം കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചിരുന്നു. അതിന് അനുകൂലമായിട്ടുള്ള വിധി അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു. ആ അനുകൂലമായ വിധി ലഭിച്ചതിന് പിന്നാലെ തന്നെ അദ്ദേഹം ആ വകുപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയുള്ള തീരുമാനം എടുത്തിരിക്കുന്നതിനിടയിലാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു വകുപ്പിലേക്ക് മാറ്റാൻ വേണ്ടിയുള്ള തീരുമാനം എടുത്തുകൊണ്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ ഒരു ഉത്തരവ് ഇന്ന് പുറത്തിറക്കിയിരിക്കുന്നത്. P&AD എന്ന വകുപ്പിലേക്ക് മാറ്റിക്കൊണ്ട്, പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനം തന്നെയാണ്, ആ വകുപ്പിലേക്ക് മാറ്റിക്കൊണ്ടുള്ള ഉത്തരവാണ് സംസ്ഥാന സർക്കാർ പുറത്ത് ഇറക്കിയിരിക്കുന്നത്. ഇതിനെതിരെ കൂടി ഒരുപക്ഷെ അദ്ദേഹം നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. ഒരു നിയമ പോരാട്ടം, ഒരു IAS ഉദ്യോഗസ്ഥനും സർക്കാരും തമ്മിലുള്ള ഒരു നിയമ പോരാട്ടത്തിന് മറ്റൊരു വഴി തുറക്കുകയാണ് എന്ന് തോന്നുന്നു. ജീന. ശരി സേഫ്, ഏതായാലും ബി അശോക് നിയമ പോരാട്ടത്തിലേക്ക് കടക്കുമെന്നുള്ള സൂചന ലഭിക്കുന്നത്. സേഫ് സേനുലാബ്ദീനാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും.